ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പണ്ട് ദൂരദർശനിലൊക്കെ അതിലൊന്ന് ശുഭപന്തോരാളി, ഒന്ന് ഹിന്ദോളമാണ്. അപ്പോൾ ഗ മ ഗ സ നി ദ നി സ. അപ്പോൾ നമുക്ക് ശോകം വരും, കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. പക്ഷേ ഗമ ഗമ ധ മധ മധ നിധ നിധ നിസ 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 ഗ അങ്ങനെയൊക്കെ പാടുമ്പോൾ ഒരു ഒരു എന്താണ്, ഒരു ജോയ്, ഒരു എബുലൻസ്, ഇങ്ങനെയൊക്കെ തോന്നാവുന്ന രീതിയിൽ നമുക്ക് രാഗം തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെയാണ് ശരിക്കും, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പണ്ടത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇന്നാണെങ്കിലും ശരി, രാഗം ബേസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, രാഗം ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ലളിതഗാനങ്ങൾ പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. പക്ഷെ രാഗം ബേസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനെ വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സഞ്ജയ് ലീല ഭൻസാലിയുടെ എല്ലാ സിനിമകളിലും കല്യാണി രാഗമുണ്ട്, യമനുണ്ട്. എല്ലാ പാട്ടുകളും ഹിറ്റാണ്. പാട്ടുകൾ ഹേ ലാൽ ഇഷ്ക് ഹേ ലാ അങ്ങനൊരു പാട്ടുണ്ട്, അത് കല്യാണിയാണ്. കല്യാണി എന്ന് ഞാൻ പറയുമ്പോൾ യമൻ്റെ പല ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. അതിൽ യമനുണ്ട്, അതിൽ യമൻ കല്യാണുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ആജ് ഇബാദത്ത് റൂബറൂ ഹോ ഗയി, അതും ഹിറ്റാണ്. അപ്പോൾ ഏത് സിനിമയാണെങ്കിലും ആ ഡയറക്ടർക്ക് തോന്നുകയാണ് കല്യാണി എനിക്ക് വേണം തോന്നുകയാണെങ്കിൽ അത് വെക്കുക, അത് ഭംഗിയാക്കുക, വളരെ വളരെ വ്യത്യസ്തമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ രാഗത്തിനെ സിനിമയും കണക്ട് ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നല്ലോ. ഹരിക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച്? അല്ല, ഇത് ഇപ്പം എൻ്റെ എനിക്ക് രാഗത്തിനെ പറ്റി പറയാറിഞ്ഞിട്ടല്ല, ഈ ജയേട്ടൻ പറഞ്ഞൊരു കാര്യം, ഇപ്പം ജയേട്ടൻ്റെ ഇത് രമേഷ് ജി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കും, ഈ സുപ്രഭാതം എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ട് ദേവരാജൻ മാഷ് അതിങ്ങനെ പാടാൻ പറയട്ടെ. എന്നിട്ട് ദേവരാജൻ മാഷ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മോഹനത്തിൽ ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ തെറ്റില്ലാത്ത പാട്ടുകളുമാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇങ്ങനൊരു മോഹനം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് അയാൾക്ക് മാത്രം പറ്റുന്നൊരു മോഹനമാണ് എന്ന് പറഞ്ഞു എം എസ് വിശ്വനാഥന്. എന്നിട്ട് MSVയെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അത്രേ, MSV ദേവരാജനാണ്, നിങ്ങളുടെ ആദ്യത്തെ ഫാൻ ഞാനാണ് എന്ന് പറഞ്ഞു തരാം. അപ്പം ഈ രാഗം ആണെങ്കിലും, രാഗം ഇപ്പം നമ്മൾ പറയും, ഇപ്പം വളരെ സങ്കടകരമായിട്ടുള്ളൊരു കഥ ഇപ്പം റീസെൻറ്റ് കാര്യങ്ങളിൽ പലരും പറഞ്ഞേക്കാറുണ്ട്, അത് ആ പാട്ട് സിന്ധു ഭൈരവി അല്ലേ, ഒരു സിനിമാ പാട്ട്, അല്ലെങ്കിൽ ആ പാട്ട് മോഹനല്ലേ എന്ന് ചോദിച്ച്, അത് ആ സംഗീത സംവിധായകനെ റദ്ദ് ചെയ്യണ പോലെയല്ലേ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, വരി പോലെ തന്നെ സംഗീതവും സിനിമാ പാട്ടിൻ്റെ ഭാഷയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ശ്രീവത്സൻ ജയൻ മേനോൻ ചെയ്യുന്ന മോഹനമായിരിക്കില്ല ഒരുപക്ഷെ M ജയചന്ദ്രൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്രീവത്സേട്ടൻ ഒരു സിനിമയ്ക്ക് ചെയ്യുന്ന മോഹനായിരിക്കില്ല വേറൊരു അതാണല്ലോ നിങ്ങളുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഇപ്പം ഞാൻ തുടക്കം തന്നെ രാഗത്തിൽ നിന്നല്ലേ എന്ന് രമേഷ് ജി ചോദിച്ചുകൊണ്ട് പറയാം, രാഗം അവിടെ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ഞങ്ങളോടൊക്കെ ചോദിച്ച പോലെ നിങ്ങൾ പാട്ട് എഴുതുന്നത് 51 അക്ഷരം കൊണ്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 51 അക്ഷരം കൊണ്ടല്ല, വയലാർ എഴുതുന്ന 51 അക്ഷരം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഭാസ്കരൻ മാഷ് വേറെയാണ്. അതുപോലെ തന്നെ അതിൽ രാഗത്തുനിന്ന് വിട്ടൊരു മൗലികത ആദ്യം തൊട്ട് തന്നെ അല്ലേ. ദക്ഷിണാമൂർത്തി സ്വാമി അത്രയും ഇതായിട്ട് പറയുകയാണെങ്കിലും അദ്ദേഹം ചെയ്ത പാട്ടുകളൊക്കെ ഒരേ രാഗത്തിൽ തന്നെ ചെയ്തതൊക്കെ ഒന്നൊന്ന് വ്യത്യാസമായിരിക്കും മറ്റത്. ആ ഒരു ഇതില്ലേന്ന് തോന്നിയെന്ന് മാത്രം.